ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. നാളെ രാവിലെ വീണ്ടും തെരച്ചിൽ ആരംഭിക്കും. അർജുന്റെ വാഹനം മണ്ണിനടിയിലുണ്ട് എന്ന ദൃക്സാക്ഷി അഭിലാഷ് 24നോട് പുഴയിലേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയില്ല, ശക്തമായിട്ടാണ് മണ്ണൊലിച്ചു വന്നത്, അപകടം നടന്നത് രാവിലെ 8 മണിക്കും 9നും ഇടയിലാണെന്നും ദൃക്സാക്ഷി അഭിലാഷ് എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞു. ഈ അപകടമുണ്ടായ സമയത്ത് ഞാൻ ആ അപകടം നടക്കുന്നതിന്റെ തൊട്ട് പുറകിൽ ഒരു 150 മീറ്റർ മാറിയുണ്ടായിരുന്നു. ഞാൻ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രി വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ ഡ്രൈവർക്ക് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞങ്ങൾ ഈ ടയർ ചെക്ക് ചെയ്ത് വെച്ചപ്പോൾ ഞങ്ങളുടെ ബാക്കിലെ ഡെമ്മി ടയർ പഞ്ചറാണ്. അപ്പൊ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടി പുള്ളി വണ്ടി എടുത്തോണ്ട് നേരെ പോകുന്ന വഴിക്കൊന്നും ടയർ കട കാണാത്തതിന്റെ പേരിൽ പുള്ളി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയത് ഈ ആക്സിഡന്റ് നടന്നതിന്റെ തൊട്ട് പുറകിൽ കാണുന്ന ടയർ കടയിലാണ്. അപ്പോൾ ഈ ടയർ കടയിൽ കൊണ്ടുവന്ന് പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ പഞ്ചർ ഒട്ടിച്ചതിന് ശേഷം വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ ടയർ കടയിലെ ബാക്കി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു 50 രൂപ കുറച്ച് തരാം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങി ചെല്ലുമ്പോഴാണ് വലിയ ശബ്ദത്തോടു കൂടി ഗംഗാവലി നിറഞ്ഞൊഴുകുന്നതും മേളിൽ നിന്ന് മണ്ണിടിയുന്നതും. അപ്പൊ ഞാൻ എഴുന്നേൽക്കുന്ന സമയത്ത്, ആ മണ്ണിടിഞ്ഞ് വീഴുന്ന സമയത്ത് അവിടെ കണ്ടത് ഞങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയുന്ന ഒരു ടാങ്കരേ ഉള്ളൂ. ബാക്കി ഫുള്ള് മണ്ണിന്റെ അടിയിലായിരുന്നു. ലോറികളെല്ലാം തന്നെ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനും കുളിക്കാനൊക്കെ ആയിട്ട് നിർത്തുന്ന സ്ഥലമാണത്. അപ്പൊ ആ കൂട്ടത്തിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറിയും ഉണ്ടായിരിക്കും അല്ലേ? ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഗംഗാവലി പുഴയിലോട്ട് പോകാൻ ഏകദേശം ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. കാരണം ആ വലിയ ശബ്ദത്തോടു കൂടി ഗംഗാവലി നിറഞ്ഞൊഴുകിയപ്പോഴും ഈ മണ്ണിടിഞ്ഞ് വീണപ്പോഴും ഞങ്ങൾ ആ വെള്ളത്തിൽ കണ്ടത്, അതായത് ഗംഗാ നദിയിൽ കണ്ടത് ഈ ടാങ്കർ ഒഴുകി പോകുന്നതാണ് കണ്ടത്. ഒരു കാരണവശാലും പുഴയിലോട്ട് ഈ വണ്ടി പോകാൻ സാധ്യതയില്ല. കാരണം അതൊരു ചെങ്കുത്തായ പ്രദേശമാണ്, ഒരു ചെങ്കു പോലെയാണ് ആ മല ഇരിക്കുന്നത്.